എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മാഹാത്മ്യത്തിൽ അധ്യായം 1 37 തൊട്ട് 40 വരെയുള്ള ശ്ലോകങ്ങളും അതിൻ്റെ സാരവും പറയാം. ശ്ലോകം 37. തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വരാഃ ഏകാദോ തരുണീ തത്ര നിഷണ്ണാകിന്ന മാനസ. ശ്ലോകം 38. ദൗ വൃദ്ധോപതിതോ പാർശ്വേയോ നിശ്യസന്താപചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തി ജതയോ പുരഃ. ദൗ വൃദ്ധോപതിതോ പാർശ്വേ നിശ്യസന്തോപചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തി ജതയോ പുരഃ. 39. ദശദിക്ഷോ നിരീക്ഷന്തി രക്ഷിതായാം നിജം ബഭോ ബീജമാന ശസ്ത്രവേ ബോധ്യമാനാ മുഹോർമുഹോ. ദശദിക്ഷോ നിരീക്ഷന്തി രക്ഷിതാരം നിജം ബഭോ ബീജമാന ശതസ്ത്രേവേ ബോധ്യമാനാ മുഹോർമുഹോ. ദൃഷ്ട്വാ ദുരാൻഗതസോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോദിതാ ബാല വിഹ്വലാ ചാബ്രവീദ്വജ. ദൃഷ്ട്വാ ദുരാൻഗതസോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോദിതാ ബാല വിഹ്വലാ ചാബ്രവീദ്വജഃ. ഞാനിവിടെ ആശ്ചര്യമായ സംഭവം കണ്ട്, ഹേ മുനീശ്വരന്മാരെ, നിങ്ങളിത് കേൾക്കുവിൻ. അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു. അവളുടെ മനസ്സിൽ സന്താപം അധികമുണ്ട് എന്നറിയാം. അവളുടെ ഇടത്തും വലത്തുമായിട്ട് 2 വൃദ്ധന്മാർ വീണു കിടക്കുന്നു. ശ്വാസം മാത്രമുണ്ട്, ചൈതന്യം അഥവാ ശക്തി തീരെയില്ല. ആ തരുണി അവരുടെ മുമ്പിലിരുന്ന് ശുശ്രൂഷിക്കുകയും ബോധം വരുത്തുവാൻ പരിശ്രമിക്കുകയും ആ ശ്രമം ഫലിക്കാത്തതുകൊണ്ട് കരയുകയും ചെയ്യുന്നു. അവളുടെ ശരീരത്തെ രക്ഷിപ്പാൻ ഇനി മേലിൽ ആരാണുള്ളതെന്ന് ഭാവത്തോടുകൂടി 8 ദിക്കുകളിലും മേൽപോട്ടും കീഴ്പോട്ടും നോക്കുന്നു. ആരെയും കാണാതെ ദുഃഖിച്ച് മോഹാലസ്യപ്പെട്ട് വീണിരിക്കുന്ന അവളെ അനേകം സ്ത്രീകൾ വീശിക്കൊണ്ട് ബോധക്ഷയം തീർപ്പാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് നോക്കിക്കണ്ട ഞാൻ എന്താണെന്ന് അറിവാനുള്ള കൗതുകത്തോടുകൂടെ അവളുടെ അരികത്തു ചെന്നു. എന്നെ കണ്ട ഉടനെ ബാലയായ അവൾ എഴുന്നേറ്റ് പാരവശ്യത്തോടുകൂടെ ഇങ്ങനെ പറഞ്ഞു. ശ്ലോകം 41. ബാലോവാച ഭോ ഭോ സാധോക്ഷണം തിഷ്ടമച്ചിന്താമഭിനാശയ ദർശനം തവ ലോകസ്യ സർവദാഹരം പരം. ഭോ ഭോ സാധോക്ഷണം തിഷ്ടമച്ചിന്താമഭിനാശയ ദർശനം തവ ലോകസ്യ സർവദാഹരം പരം. അഗഹരം പാപനാശനം, സർവദ എല്ലാവിധത്തിലും, മച്ചിന്താമഭി എൻ്റെ ദുഃഖത്തെയും നാശയ നശിപ്പിച്ചാലും. ബാലയായ അവൾ പറഞ്ഞു, ഹേ സാധോ, അല്പസമയം ഇവിടെ നിൽക്കണമേ. എൻ്റെ ദുഃഖത്തെയും അങ്ങ് നശിപ്പിക്കണം. അങ്ങയുടെ ദർശനം ലോകത്തിലുള്ളവരുടെ സകലവിധ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഒന്നാണല്ലോ. ശ്ലോകം 42. ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേദ്ഘോരേ ഭവതോ ദർശനം തഥാ. ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേദ്ഘോരേ ഭവതോ ദർശനം തഥാ. ബഹുപ്രകാരത്തിലുള്ള ദുഃഖവും അങ്ങയുടെ വാക്യം കേൾക്കുന്നത് കൊണ്ട് തന്നെ നശിക്കും. അതിഭാഗ്യം എപ്പോൾ അനുഭവത്തിൽ വരുന്നുവോ അപ്പോൾ മാത്രമേ അങ്ങയുടെ ദർശനം ഒരുവന് ലഭിക്കുകയുള്ളൂ. ശ്ലോകം 43. നാരദോവാച കാസിത്തം കാവിമൗ ക്ഷേമ നാര്യാക പത്മലോചനാഃ വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. നാരദൻ പറഞ്ഞു, ഹേ ദേവി, നീ ആരാകുന്നു? ഈ 2 പേർ ആരാണ്? അതിസുന്ദരികളായ ഈ കമലാക്ഷികൾ ആർ? ഹേ ദേവി, അങ്ങയുടെ ദുഃഖകാരണം വിസ്തരിച്ചു പറയുക. ശ്ലോകം 44. ബാലോവാച അഹം ഭക്തിരിതി ഖ്യാത ഇമോ മേ തനയോ മതോ
ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ അഹം ഭക്തിരിതിഖ്യാത ഇമൗ മേ തനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ. ശ്ലോകം 45. ഗംഗാദ്യ സരിതാശേമ മത്സേവാർത്ഥം സമാഗതാഃ തദാവീന മമ ശ്രേയ സേവിതായ സുരേരവി. ഗംഗാദ്യ സരിതശ്ചേമ മത്സേവാർത്ഥം സമാഗതാഃ തദാവിന മമ ശ്രേയ സേവിതായ സുരൈരവി. ഇമൗ ഇവർ രണ്ടുപേർ മതൗ സമ്മതന്മാർ ജർജരൗ ജീർണിച്ചവർ സുരൈ അഭി ദേവന്മാരാലും സേവിതായ മമ സേവിക്കപ്പെടുന്ന എനിക്ക് ന ശ്രേയ ശ്രേയസ് ഭവിക്കുന്നില്ല. ബാല പറഞ്ഞു, ഭക്തി എന്ന് കീർത്തിക്കപ്പെട്ടവളാകുന്ന ഞാൻ, ഈ രണ്ടുപേർ എൻ്റെ പ്രിയപ്പെട്ട രണ്ട് പുത്രന്മാർ, ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും ഇവരുടെ നാമധേയങ്ങൾ. കാലവിശേഷത്താൽ ഇവരുടെ ദേഹം ജീർണിച്ചിരിക്കുന്നു. ഈ സ്ത്രീകൾ എന്നെ സേവിപ്പാനായിട്ട് വന്നിരിക്കുന്ന ഗംഗാദികളായ പുണ്യനദികളാകുന്നു. ദേവന്മാരാൽ കൂടെ സേവിക്കപ്പെടുന്നവളാണെങ്കിലും എനിക്ക് ശ്രേയസ്സില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.